Hello students. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. പല കുട്ടികളും ചോദിക്കാണ് സാറേ ഡെത്ത് ഓഫ് എ പാർട്ണർ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറ്. തീർച്ചയായും നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ണർ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെയാണ്. അതായത് ഡെത്തിന്റെ സമയത്ത് ഡിസീസ്ഡ് പാർട്ണർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് അയാൾക്ക് ഡ്യൂ ആയത്, അല്ലെങ്കിൽ അയാളുടെ എക്സിക്യൂട്ടീവ്സിന് ഡ്യൂ ആയതെന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് റിട്ടയർമെന്റ് അതുപോലെ തന്നെ ഡെത്തിലേക്ക് സംഭവിക്കുമ്പോൾ ഡിസീസ്ഡ് പാർട്ണറുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുമ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ആ ഒരു ടോപ്പിക് പഠിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, എ കോമ ബി ആൻഡ് സി ആർ പാർട്ണേഴ്സ്. നമുക്കിവിടെ 3 പാർട്ട്നേഴ്സ് ആണ്, എ ബി സി. അതിൽ സി എന്ന് പറയുന്ന ആളാണ് ഡയഡ് അല്ലെ, ഡെത്തിലേക്ക് പോകുന്നത് സി ആണ്. സിക്ക് എന്ത് ചെയ്യുന്നു, ഡെത്ത് സംഭവിക്കുന്നു. അപ്പൊ സിക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എ ബി സി ഉണ്ട്, അവരുടെ റേഷ്യോ 3:2:1 ആണ്. കൂടാതെ അവരുടെ ക്യാപിറ്റൽ 30, 20, 15 തന്നിട്ടുണ്ട് അല്ലെ, 3 പേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇനി താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കിക്കൊണ്ട്, അതായത് to prepare deceased partners capital account after considering the following facts, താഴെ പറയുന്ന ഫാക്ട്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസീസ്ഡ് പാർട്ണർ എന്ത് വരയ്ക്കാൻ പറഞ്ഞു, നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഡിസീസ്ഡ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഡ്യൂ ആയതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കുകയും ചെയ്യൂലേ. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു കാൽക്കുലേറ്റ്. സോ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത്. നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കേരിഡ് അറ്റ് 12%. സീസ് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, അയാളുടെ ഗുഡ് വിൽ ഷെയർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 3 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഈ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളുടെ ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം തീർച്ചയായും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം ബാലൻസ് ആണ് ചെയ്യേണ്ടത്. ബാലൻസ് അല്ലേ, ബാലൻസ് ബ്രോ ഡൗൺ, അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് റെക്കോർഡ് ചെയ്യണം. ക്യാപിറ്റൽ ബാലൻസ് സിയുടേത് 15,000 ആണ്. ആ 15,000 നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ, ആ 15,000 നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ, ക്ലിയർ. ഇനി അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് എടുത്ത് കൊടുക്കാം. സി, ആദ്യം വേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽ കാരിയുടെ ഇൻട്രസ്റ്റ് ഓഫ് 12%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെത്തിന്റെ ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. 31 മാർച്ച് 2011 ആണ് ഇയാൾക്ക് ഡെത്ത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജാനുവരി ഡിസംബർ ആണ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജാനുവരി ടു മാർച്ച് 31, ജാനുവരി ഫെബ്രുവരി മാർച്ച് 3 months മാത്രമാണ് ഫേമിൽ അയാൾ വർക്ക് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫേമിൽ അയാൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ കാൽക്കുലേഷനും 3 monthsലായിരിക്കണം. അപ്പൊ ഇവിടുത്തെ കാൽക്കുലേഷൻ വരുന്നത് ക്യാപിറ്റൽ മേലെയാണ്. 15,000 into rate 12/100 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവിംഗ് ഫോർ 3/12, 3 monthsലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ കാൽക്കുലേഷൻ വരിക 450 ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വി ക്യാൻ പ്രൊവൈഡ് 450. ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്, സീസ് ഡ്രോയിങ്സ് ഓൺ 1st Jan 2011 up to the date of death is amount of rupees 4,500. ഡ്രോയിങ്സിൽ വലിയ കാൽക്കുലേഷൻ ഉണ്ടാവാറില്ല. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആണ്. സോ വി ആർ ഗിവിംഗ് ഡ്രോയിങ്സ് 4,500. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഐറ്റത്തിലേക്ക് വരാം. സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് പോർഷൻ ഓഫ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഫോർ വിച്ച് ഈസ് ലിവ്ഡ് ഫോർ ദ be taken at the sum of calculated on the average profit of the last 3 completed years. ഏവറേജ് പ്രോഫിറ്റ് വെച്ചുകൊണ്ട് അയാളുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 3 വർഷത്തെ പ്രോഫിറ്റ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 19,000 ആണ്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 19,000 ഉണ്ട് അല്ലേ, 19,000 പ്ലസ് 16,000 പ്ലസ് 19,000 ഡിവൈഡ് ബൈ 3 ആണ് വരും അല്ലേ. അപ്പൊ ഡിവൈഡ് ബൈ 3 എടുത്ത് നമുക്ക് ഏവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ഏവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് 18,000 ആയിരിക്കും അല്ലേ, 18,000 ആണ്. അപ്പൊ 18,000 മുഴുവൻ നമുക്ക് സിക്ക് കൊടുക്കാൻ പറ്റില്ല. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണാം. ഷെയർ ഓഫ് പ്രോഫിറ്റ് 3:2:1 ആയതുകൊണ്ട് 1/6 ആണ്. ആൻഡ് മോർ ഓവർ വി ആർ പ്രൊവൈഡിങ് ഫോർ 3 months. ആൻസർ വിൽ ബി 750, റൈറ്റ്? അപ്പൊ പ്രോഫിറ്റ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിലൂടെ 750 നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഗുഡ് വിൽ ആണ്. സോ ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കണം. ഗുഡ് വിൽ ടു ബി റേസ്ഡ് ഓൺ ദ ബേസ് ഓഫ് 2 years പർച്ചേസ് ഓഫ് ദ ഏവറേജ് പ്രോഫിറ്റ്. 2 years പർച്ചേസ് ഓഫ് ദ ഏവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏവറേജ് പ്രോഫിറ്റ് നമ്മൾ 18,000 ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിന് 2 years പർച്ചേസ് into 2 ആണ്. ദാറ്റ് ഈസ് 36,000. ഓക്കെ, ദിസ് ഇസ് എ ടോട്ടൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ആൻഡ് സീസ് ഷെയർ ഈസ് ഈക്വൽ ടു 36,000 into 1/6 അല്ലെ, 1/6 ആണ്. ദാറ്റ് എമൗണ്ട് വിൽ ബി 6,000, റൈറ്റ്? ഈ 6,000 കിട്ടിക്കഴിഞ്ഞാൽ ഈ 6,000 പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, എയും ബിയും ആണ്. ദേ ആർ ഗെയിനിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. സോ 3:2 ആണ് റേഷ്യോ വരുന്നത്. സോ 3:2 ആകുമ്പോൾ 3,600 2,400 ആണ് എയും ബിയും ആർക്ക് കൊടുക്കേണ്ടത്, സിക്ക് കൊടുക്കേണ്ടത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടെയാണ് കൊടുക്കുന്നത്. സോ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,600, ദാറ്റ് ഈസ് ഗുഡ് വിൽ. ആക്ച്വലി നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം വേണമെങ്കിൽ
ബേസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2400. സി 5 എമൗണ്ടുകൾ അല്ലെ, 5 എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡ് കാണാം. സി 5 എമൗണ്ടുകൾ നമുക്ക് കാണാം. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിനാണ് വരുന്നത്. സോ 22,200, 4,500 മൈനസ് ചെയ്യുന്നു. ആൻസർ വിൽ ബി 17,700. എങ്ങോട്ട് മാറ്റും? 6 എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം തീർച്ചയായും നമുക്ക് റിട്ടയർമെന്റ് സമയത്തും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. റിട്ടയർമെന്റിലും നമുക്ക് ഇങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് സസ്പെൻസ് അക്കൗണ്ട്, ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കുന്നത്, ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചാണ്. അടിപൊളിയായിരിക്കുക. മറ്റൊരു ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം.